ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈയിടെയായിട്ട് ഒരു പ്രോഡക്റ്റ് വൈറൽ ആയിരുന്നു. അതിന്റെ ഒരുപാട് വൈറൽ വീഡിയോസും എന്താ പറയാ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അത്തരം ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു വൈറൽ ബ്യൂട്ടി ഹാക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഞാൻ പ്രോഡക്റ്റ് ഏതാണെന്ന് പറയാം. ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇത് വാവിന്റെ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റെയിൻ ആണ്, അതായത് ഒരു സ്റ്റിക്കർ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം ഈ ബ്യൂട്ടി ഹാക്സ് ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ഹാക്ക് ആണ്. അപ്പോൾ കുറെ പേര് ഇത് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം ഈ പ്രോഡക്റ്റ് നല്ലതാണോ, നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് ആണോ കിട്ടുന്നത്, ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ സക്സസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നു വാവിന്റെ ഒരു സ്റ്റിക്കർ ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡിന്റെ പേര് എന്ന് പറയുന്നത് റൊമാൻറ്റിക് മെയിൻ ആണ്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് വാട്ടർമെലൺ കളറാണ്. അപ്പൊ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഷെയ്ഡ് നോക്കുക, ഒരുപാട് വെറൈറ്റി ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ അവര് പ്രത്യേകം ഈ ഷെയ്ഡിന് ഏത് കളർ ആയിരിക്കും എന്ന് കൂടെ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഈ റൊമാൻറ്റിക് മെയ്ഡ് കളർ എന്ന് പറയുന്നത് വാട്ടർമെലൺ ആ ഒരു ടൈപ്പ് കളർ ആയിരിക്കും. പിന്നെ ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു പിന്നെ ഫെവിക്കോൾ ടൈപ്പ് ആ ഒരു സ്മെല്ലാണ്, ഒരു സുഖമില്ലാത്ത ഒരു സ്മെല്ലാണ്. പിന്നെ എന്താ പറയാ, ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്, ഞാനിത് ഒരു വർഷമായിട്ട് വാങ്ങിച്ചിട്ട്, ഒരു വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണിത്. പിന്നെ ഒരു ആവറേജ് പ്രോഡക്റ്റ് ആണ്, നല്ല പിന്നെ ഗുഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ലിപ്സ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയുന്നത്. അതുപോലെ വാട്ടർ പ്രിവെന്റ് ആണ്, വാട്ടർ പ്രൂഫ് ആണ് ലിപ്സ്റ്റിക്. ഒരു 12 hours ഒക്കെ അങ്ങനെ നിൽക്കും, അതൊക്കെ ശരിയാണ്. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ, പിന്നെ റോസ് ഹിപ്സ് ഓയിൽ, അതുപോലെ നാച്ചുറൽ ഫ്രൂട്ട് എസെൻസ്, അതുപോലെ മിക്സ്ഡ് വാക്സ്, അങ്ങനെയൊക്കെയാണ് ഇതിലെ പിന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതില് 15 ഗ്രാമാണ് ഈ ഒരു പിന്നെ പാക്ക് എന്ന് പറയുന്നത്. 15 ഗ്രാമിന്റെ ഒരു ട്യൂബാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച്, പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഇതാണ് ഇതിന്റെ കളർ, ഒരു വാട്ടർമെലൺ ടൈപ്പ് ആ ഒരു കളറാണ് ഇതിലുള്ളത്. ചെറിയൊരു ഹോൾ ആയിരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഒരു വാക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സംഭവം പുറത്തു വരും. ഒരു വാട്ടർമെലന്റെയും പിന്നെ അതുപോലെ ഒരു ഫെവിക്കോളൊക്കെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്മെല്ലാണ് കേട്ടോ അതിനുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെട്ടു. അപ്പൊ പിന്നെ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നല്ല, കാരണം ഞാനിത് കുറെ ടൈം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു ഹോളായിരിക്കും ഇതിലുണ്ടാവുക. ഇത് ഏകദേശം തീരാറായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ജസ്റ്റ് ചുണ്ടിൽ ആദ്യം മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നവര് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേറെന്തോ പോലെ ആവും. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു പശ പോലെ ആയിരിക്കും, ഒട്ടിപ്പിടിച്ചു. ഇതൊരു വാട്ടർമെലന്റെ കളറാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, പീൽ ഓഫ് ചെയ്തെടുക്കുക ചെയ്യാം. സ്റ്റിക്കർ ആണല്ലോ, അപ്പൊ നമ്മളിതിങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യാം. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഏകദേശം 10 മിനിറ്റ് ആവാറായി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കാം. അപ്പൊ നമ്മളെ കയ്യിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ ഉൾഭാഗം കുറച്ചുകൂടെ ആവാനുണ്ട്. കാരണം
ഇങ്ങനെ പിടിക്കുമ്പോൾ ജസ്റ്റ് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഇത് പറിച്ചെടുക്കാം. എനിക്കിത് കറക്റ്റ് ആയിട്ട് പോരില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒന്നും ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ പോരണമൊന്നുമില്ല. ശരിക്കും പോന്നിട്ടൊന്നുമില്ല, കാരണം കറക്റ്റ് ആയിട്ട് ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ, പറ്റാറില്ല. കണ്ടോ, ചെറുതായിട്ട് കളറും പോരുന്നുണ്ട്. അപ്പതാ ഇതാണ് സംഭവം. ഈ ഒരു കളറ് കിട്ടും. പക്ഷെ ഇത് സ്റ്റിക്കറായിട്ട് സംഭവം കുറച്ച് പോരും. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് അവർ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും പോരുന്നില്ല കേട്ടോ. ഇതുവരെ എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പോന്നിട്ടില്ല. പിന്നെ ഈ ഒരു കളറാണ്. അപ്പൊ ഈ കളർ ഇഷ്ടമുള്ളവർ മാത്രം ഇത് വാങ്ങിയത്. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു കളറാണ് കേട്ടോ ഇത്. കാരണം കൂടുതൽ ഹെവി മേക്കപ്പ് ഇട്ട പോലെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട പോലെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ചെറിയൊരു പിന്നെ അത് ലിപ് ടോൺ ആണ് വേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ ലിപ് സ്റ്റെയിൻ ചെറുതായിട്ടൊക്കെ ഒരു സ്റ്റെയിൻ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് ചേരില്ല. ഇത് കുറച്ചുകൂടെ നല്ല, പിന്നെ ഇപ്പോഴും ശരിക്കും എല്ലാ ഭാഗത്തും പോന്നിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തടയുന്നുണ്ട്. അതിന്റെ ഒരു പിഗ്മെന്റ് കയ്യിൽ പോരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിന്നെ എന്താ പറയാ, ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ അതാ ഞാൻ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കാം. അപ്പൊ ഇതാ ഈ ഒരു ഇതുപോലെ കിട്ടും. ഇത് നമ്മളിപ്പോ വെള്ളത്തിൽ കഴുകിയാലും പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ, പെട്ടെന്നൊന്നും പോവാറില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ലിപ്സിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ചീക്സിലും അതേപോലെ നമ്മുടെ കണ്ണിൽ ഐ ഷാഡോ ഒക്കെ പകരൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് എന്തായാലും ചുണ്ടിൽ തന്നെ നല്ല പോലെ അല്ല വർക്ക് ചെയ്യുന്നത്. കാരണം ആ പോലെ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത്രയും കളറൊക്കെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പൊ എനിക്ക് എന്തായാലും അറിയാം ഇത് നല്ലൊരു റിസൾട്ട് കിട്ടില്ല എന്നുള്ളത്. എന്നാലും ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ണിന്റെ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എനിക്ക് പേടിയാണ് കണ്ണിന്റെ മുകളിലായതുകൊണ്ട്. അപ്പൊ നമുക്കിത് ഉണങ്ങാൻ നോക്കാം. ഉണങ്ങിയിട്ട് നമുക്ക് എന്താന്ന് നോക്കാം. അപ്പൊ ഇത് ഫ്രണ്ട്സ് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാം. പക്ഷെ ഇത് കിട്ടുന്നില്ല, ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ ഇതാ ഈ കയ്യിൽ നേരത്തെ ഉള്ളതാട്ടോ. അപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ സ്റ്റിക്കറായിട്ടൊന്നും കിട്ടണില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ടിഷ്യൂ കൊണ്ട് നമുക്ക് എടുക്കാം. അപ്പോഴാണ് കിട്ടിയത്. നമ്മൾ ചിലര് ചീക്സിൽ ഈ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്യുമല്ലോ. അപ്പൊ ഇനി നമുക്ക്
ഇങ്ങനെ വെച്ച് പോകാൻ പറ്റില്ലല്ലോ പുറത്ത്. അപ്പൊ ജസ്റ്റ് നമ്മളിനി ഫൗണ്ടേഷൻ CC ക്രീം അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഞാനത് സുനിഷയുടെ ക്രീം ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്, സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് കുറച്ച് ഈ ഭാഗത്ത് ഇങ്ങനെയാണല്ലോ ഈ ഒരു റെഡിഷ് അല്ലെങ്കിൽ ഈ ഒരു പിങ്കിഷ് കളർ നമ്മൾ അപ്ലൈ ചെയ്യാറ്, അല്ലെങ്കിൽ നമുക്ക് വരേണ്ടത്. അപ്പൊ ആ ഒരു ഭാഗത്ത് ഇത് കൊടുക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷനോ CC ക്രീമോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് അതിന്റെ ഒരു ബ്രൈറ്റൻ കളർ ഒന്ന് കുറയ്ക്കാം. ഇത് കുഴപ്പമില്ല തോന്നുന്നുണ്ട്. എന്നാൽ ഇത്ര വേണമെന്നും തോന്നുന്നുണ്ട്, ഇത്രക്ക് ആവശ്യമുണ്ട് ഈ കളറൊന്നും തോന്നുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഈ ഒരു വാവിന്റെ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 യൂസ് ആണ്. കാരണം നമ്മുടെ ലിപ്സിന് സ്റ്റെയിന്, അതുപോലെ നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരു ടോണ്, അതുപോലെ നമ്മുടെ ഐ ഷാഡോക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് സ്റ്റിക്കറായിട്ട് ഇങ്ങനെ പോരൊന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു വൈറൽ ബ്യൂട്ടി ഹാക്ക് നമ്മൾ ട്രൈ ചെയ്തു, റിസൾട്ട് നിങ്ങൾ കണ്ടു. അപ്പൊ ഇനി പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടവര് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഫാമിലി ആർക്കെങ്കിലും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷനും കാര്യങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.